ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഒരു ജൂലൈ 3rd വീക്കോട് കൂടി അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ഏഷ്യനെറ്റിലും അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലും സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊരു പ്രീ റിയാലിറ്റി ഷോ എന്നുള്ള രീതിയിലായിരിക്കും ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണക്കാരായിരിക്കും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും മെയിൻ ഷോയിൽ അവസരം ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പ്രോമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്തെ കോമണർ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനീഷ്, നന്ദന, ഗോപിക, റസ്മിൻ ബായ് ഇവരൊക്കെ ചേർന്ന് ഉള്ള ഒരു പ്രോമോ ആയിരുന്നു. അതിൽ ലാലേട്ടൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ആ ഒരു ഭാഗ്യം തേടിയെത്താം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോമോയിൽ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു സീസണിലെങ്കിലും ഞാനൊരു 5-6 പേരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായിട്ടും പറയുകയാണ്, കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ചിരുന്നു ഒരു 4-5 പേരെയെങ്കിലും കോമണേഴ്സ് ആയിട്ടുള്ളവരെ ഇവർ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഈ സീസണിലെങ്കിലും അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും എന്ന് നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതും ഇത്തവണ ഭാഗ്യമുണ്ടെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാള് കപ്പും തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസൺ അത്രയധികം തരംഗമുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോമോയിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന 4-5 പേരിൽ ഏറ്റവും അധികം തരംഗമുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനീഷ്. അത്രയും കിടിലിനൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ഇവരിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിലും അനീഷിന് ഒരുപാട് മുകളിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് അനീഷിന്റെയും മുകളിൽ കയറി അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ, നല്ല നല്ല കണ്ടസ്റ്റൻസ് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കഴിവുള്ളവർ വരട്ടെ, കഴിവുള്ളവർക്ക് അവസരം കൊടുക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവകാശവാദങ്ങൾ ഇല്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ കോമണേഴ്സ് എന്ന് പറയുന്നത്. അവർക്കൊന്നും നോക്കാതെ കളിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അനീഷ് തുടക്കത്തിലൊക്കെ എന്ത് നല്ല മികച്ച രീതിയിലുള്ള ഗെയിമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. അത് പോകെ ആ ഒരു ഗെയിമിന്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ടാണ് പോയത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ജനപിന്തുണയ്ക്ക് ഏറ്റവും അധികം കാരണമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സീസണിലും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ്, നല്ല നല്ല കണ്ടസ്റ്റൻസ് വന്ന് ഈ ഒരു ഷോയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇപ്പോഴും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ജൂലൈ 3rd വീക്കോട് കൂടിയാണ് ഈ ഒരു അഗ്നിപരീക്ഷ തുടങ്ങാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് അവസാനമെങ്കിലും ആവും സീസൺ തുടങ്ങണം എന്നുണ്ടെങ്കിൽ. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നുള്ള കുറച്ച് പേര് കാണും. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കണ്ടസ്റ്റൻസ് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാവും. പിന്നെ സെലിബ്രിറ്റീസും ഉണ്ടാവും, എല്ലാ സീസണിലും ഉണ്ടാവുന്നത് പോലെ. അങ്ങനെയാണ് ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും വേറിട്ടൊരു ഒരു ടെംപ്ലേറ്റ് ആണ് ഇത്തവര് ഇവര് കൊണ്ടുവരുന്നത്. അത് കാണാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ലാലേട്ടനും പറയുന്നുണ്ട് ആ ഒരു ഭാഗ്യം ചിലപ്പോ നിങ്ങളെ തേടി എത്തിയേക്കാമെന്ന്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക, ഇനിയും സമയമുണ്ട്. 15-ാം തീയതിയാണ് അവസാന തീയതിയായിട്ട് ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15-ാം തീയതിക്ക് മുമ്പായിട്ട് ആഗ്രഹമുള്ളവർ, ബിഗ് ബോസ് ആസ്പയറൻസ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യുക. വലിയ കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ എന്ത് തരത്തിലുള്ള കോണ്ടന്റ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യുക. എന്നിട്ട് അയച്ചു കൊടുക്കുക. 50 MB താഴെയുള്ള ഒരു വീഡിയോ ആയിരിക്കണം. അത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ തലവര അതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പൊ ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. കട്ട വെയിറ്റിംഗ് ഫോർ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. ബൈ.